നമ്മളിങ്ങനെ ഈ ഫോട്ടോ മതിയോ? ഇത് മതിയോ? ആ, ഇത് സെലക്ട് ചെയ്ത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഇട്ടിട്ട് നേരത്തെ നമ്മൾ കോപ്പി ചെയ്തത് പേസ്റ്റ് ചെയ്യണം ഇവിടെ, എന്നിട്ട് അയച്ചോടും. അപ്പൊ ഇപ്പൊ ഇതിന് കുറച്ചുകൂടി ഇങ്ങനെ എഴുതി 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 നമുക്ക് ഇഷ്ടമുള്ള എന്താണ് അത് ഇത്തിരി ഒന്നും അല്ലാതെ ഈ കൈയൊക്കെ നോക്ക്. അത് നമുക്ക് കുറച്ച് ചെയ്ത് തരാം. ഞാൻ മാമിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് നിങ്ങൾ രണ്ടുപേരും ചെയ്തു തരാം. ഞാൻ ഈ ഫോട്ടോ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചെയ്തു. നേരത്തെ എടുത്ത പ്രോംപ്റ്റിൽ നിന്ന് കോപ്പി പേസ്റ്റ് എടുത്തിട്ട് മാമിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്താൽ മതി. ചെയ്തു തരാം. നല്ലു ഒന്ന് അടങ്ങിയിരിക്കുന്നല്ലോ. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് ചെയ്തു തരാം നിനക്ക്. എടി കഴിഞ്ഞിട്ട് ചെയ്യാന്ന്. നിന്റെ ഫോട്ടോ ഞാൻ ചെയ്തു തരാം. ഇതെന്ത് വാശിയാണ്? അവൾക്ക് ഇച്ചിരി വാശി കൂടുതലല്ലേ ഈ ഇടയ്ക്ക് പോകാൻ പറഞ്ഞു. എടി ഇതെടുത്തിട്ട് ഇതെടുത്തിട്ട് നമ്മൾ നേരത്തെ കോപ്പി പേസ്റ്റ് ചെയ്ത പലതുണ്ടല്ലോ, ഏതാണോ വേണ്ട സെറ്റിങ്സ് അത് ഇങ്ങനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഈ ഫോട്ടോ അയച്ചിട്ട് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് അവർക്ക് അയച്ചു കൊടുത്താൽ മതി. നോക്കട്ടെ, ഞാൻ ചെയ്യാം. ഇത് ഇങ്ങനെ എടുത്തിട്ട് ഇതിവിടെ സെലക്ട് ചെയ്തിട്ട് ഒരു കാര്യം കാണിച്ചു തരാം. ആരാന്ന് പറയാമോ? ഇപ്പോഴത്തെ ട്രെൻഡ്. കൊള്ളാവോ? ഇത് ഫോണിൽ ചെയ്താണ്. എന്തൊരു സൂപ്പർ ആയിട്ടുണ്ടല്ലോ. എന്ത് വേണോ ആർക്ക് വേണോ ചെയ്യാം. ഞാൻ ചെയ്തതാ. ഇപ്പുറത്തുണ്ട്. ഞാൻ കൊറേ കളിച്ചത്. അയ്യോ മാതാവാണ് സത്യം. ഈ ഫോട്ടോ എടുത്ത് മാട്രിമോണി ഇട്ടാണ്ടല്ലോ 100 ആലോചന വരും. സൂപ്പർ. ഇതുപോലെ അമ്മയ്ക്ക് ഒരെണ്ണം ചെയ്ത് കൊടുക്കട്ടെ. അമ്മയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കാം. എന്റെ ഉണ്ട് നല്ല ഫോട്ടോ ഉണ്ട് ചേച്ചിയുടെ. പഠിച്ചപ്പോ ഞാൻ പറയല്ലേ, ഞാൻ അയച്ചു കൊടുത്തോളാം. നല്ലൂനെ സൈനും പോയി ചെയ്തിട്ടോ, അല്ലെങ്കിൽ അവരിനി പിണങ്ങും. പിണങ്ങി ചെയ്ത് കൊടുക്കാത്തതിന് എന്റെ ഒരെണ്ണം ചെയ്തു തരാമോ? എന്റെ തടിയൊക്കെ കുറഞ്ഞിട്ട് നല്ല നല്ല കലക്ക ലുക്കിലായിരിക്കും. ഫോട്ടോ അയച്ചാ അച്ഛനെ ഒറ്റക്ക് നിൽക്കുന്ന ഫോട്ടോ എന്റെ ഇല്ല. പള്ളിപ്പെരുന്നാൾ എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അയച്ചേ. വാട്സപ്പിൽ ഇടാവേ. ലില്ലി പെണ്ണ്. നിക്ക് അയച്ചാ. വന്ന് ഇത് മതിയല്ല? അത് മതി. 2 മിനിറ്റ്. ഇത്രയായ ഒരു പെങ്കൊച്ചുള്ളതാ. പണ്ടൊക്കെ എന്തെങ്കിലും സഹായിക്കുമായിരുന്നു. ഇപ്പം രമണിയുടെ പുറകെ രമണി. ഒരു പകുതി രൂപ വേണ്ടേ മനുഷ്യനാ? എന്നാ ആ തള്ള അവിടെ ഒറ്റയ്ക്ക് കിടന്ന് എന്തെങ്കിലും ചെയ്യുവാണ്. അതെങ്ങനെയാ? ഫോണിൽ നിന്ന് തലയെടുത്താലല്ലേ? മുഞ്ഞുകുത്തി കിടക്കുക ഇതിനകത്ത്. ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട്. ഇതെന്താടി ഒറ്റയ്ക്കൊന്ന് സംസാരിക്കുന്നേ? അമ്മായി എങ്ങനെ പറയാതിരിക്കും? ഞാൻ മുത്തിന്റെ കാര്യം പറയുന്നതാ. അവളെന്താ ഇത്? അവളൊന്നും ചെയ്യണില്ല, അതാ കുഴപ്പം. നിനക്ക് അവളോട് പറഞ്ഞൂടെ? പറയണ കാര്യം പറഞ്ഞത്. എന്തെല്ലാം പണിയുണ്ട്. നേരം വെളുത്തിട്ട് റെയിൻപെര അടിച്ചിട്ടില്ല. രാവിലെ ഞാൻ എൻ്റെ കൈ ഒതുങ്ങിയപ്പോഴത്തേക്കും പോയി ഒന്ന് മുറ്റടിച്ചതാ. ആ ഫോണിൽ ഈ രമണിയുടെ പുറകെ നടപ്പാണ്. ഈ രമണി ആപ്പ്. രമണി അല്ലടി, ജമിനി. എന്ത് കുമിനിയാണെങ്കിലും അവൾ കൊച്ചു പെണ്ണല്ലേ? പിന്നെ കൊച്ചു പെണ്ണെന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടി അവളെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം, അതല്ലേ വേണ്ടത്. എപ്പോഴും തന്നെ പറയേണ്ട കാര്യമുണ്ടോ? അവക്കറിയാൻ പാടില്ലേ? ഒന്ന് വന്ന് ഒരു കൈ സഹായിച്ചിട്ട് അവൾ എവിടെയെങ്കിലും പോട്ടെ. ഞാൻ അവളോട് പറയാം. ആരും പറയണ്ട, ഇങ്ങോട്ട് വരുമല്ലോ. കൊടുക്കണ്ട് ഞാൻ. ഇപ്പൊ എന്തോ ഉണ്ടാക്കുന്ന മെഴുക്കോര തോരൻ വെച്ചിട്ട് വേണം. ഒന്ന് എന്തൊക്കെ ചെയ്യണം? വീട്ടിലെ പണി ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് തുണി അലക്കാൻ പോകണം, ഇതിടയ്ക്ക് തയ്ച്ചു കൊടുക്കണം, കുടുംബശ്രീയിൽ പോകണം. ഒന്ന് മനുഷ്യനൊന്ന് എവിടെയെങ്കിലും ഒന്ന് സമാധാനത്തിലൊന്നും ഇരിക്കാൻ പറ്റൂല ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട്. കൊച്ചുങ്ങളാകുമ്പോ അങ്ങനൊക്കെ തന്നെ. കൊച്ചുങ്ങള് അവൾക്ക് ഇപ്പോഴല്ലേ ഓലക്കേക്ക് അടിക്കണം. ഓലക്കേക്ക് അതാ വേണ്ടത്. പഠിച്ചോളും. ഞാൻ എവിടെയെങ്കിലും വീണ് ചാവുമ്പോഴത്തേനും പഠിച്ചോളും. അല്ല വേണ്ടാത്തത് പറയുന്നത് എന്തിനാ? കർത്താവേ, ഇത് ഞാൻ തന്നെയാണോ? എന്തൊരു ഗ്ലാമർ. വയറുമില്ല, എല്ലാം കുറഞ്ഞ്. എന്റെ റൊണാൾഡോ, നീ ഇത്രയ്ക്ക് സുന്ദരനോ? ഓ, തലമുടിയൊക്കെ അതേപോലെ. സൂപ്പറാടാ നീ, സൂപ്പർ. കണ്ണാടി ഒത്തും. ഇതേപോലൊരു കണ്ണാടി വേളാങ്കണ്ണി പോകുമ്പോൾ മേടിക്കണം.
മച്ചമ്പി പോന്ന് 2 മണിക്കൂറായി. 2 മണിക്കൂറൊന്നുമല്ല, ഞാൻ എഴുന്നേറ്റിട്ട് 2 മണിക്കൂർ പോലും. മച്ചമ്പി എടാ ഇവിടെ ഒരു കള്ളം കയറിയതിനകത്ത് പോയാലോ ഏതെങ്കിലും കൊലപാതകൾ കയറിയതിനകത്ത് ഒളിച്ചിരുന്നാലോ നിന്നെപ്പോലൊരു തടി എടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോടാ? ഒരു ഈച്ച അതിനകത്തോട്ട് കയറത്തില്ലല്ലോ. ഞാൻ പിന്നെ കയറി ഇവിടെ ഇരുന്ന്. അത് മച്ചമ്പി കയറിയിരുന്നത് മച്ചമ്പിയുടെ വീടും മച്ചമ്പിയുടെ ചാരുകസേര ആയതുകൊണ്ടല്ലേ. കള്ളന്മാർ അങ്ങനെ ഒന്ന് കയറുമോ? മച്ചമ്പി ഞാൻ മതിമറന്നിരുന്നത് എന്തുകൊണ്ടാന്ന് മച്ചമ്പി എന്നോട് ചോദിച്ചോ? എന്തായാലും ഫുഡിന്റെ പടാകി എനിക്ക് മച്ചമ്പി ഞെട്ടാൻ തയ്യാറാക്കിയോ? ഇതാരാന്ന് പറ. ആര്? ആ നീയാണല്ലടാ. കൊള്ളാം. ആ എന്റെ പൊന്നു മച്ചമ്പി, ഇതിലെ സുനാട്ടി ആപ്പിനകത്തിട്ട് ചെയ്തിനോട്ട് ഇറങ്ങി വന്നപ്പോ എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. സത്യം. ആപ്പിലാ? ഓ മറ്റേ ജെമിനിയാ? ജെമിനി ആപ്പ്. ആഹാ കൊള്ളത്തില്ലേ? നന്നായിരിക്കുന്നു. നല്ല രസമല്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ഈ രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പൊ എത്ര സിനിമ നായകനായെന്ന് അറിയാവോ? വയറില്ല, എല്ലാം കുറഞ്ഞു. പിന്നെ ആ രൂപത്തിലാവാത്ത? അല്ല, ഞാനിനി ഇതേപോലാവും. എങ്ങനെ? അതാ എങ്ങനെ? ചില ഇഷ്ടങ്ങൾ വേണ്ടെന്ന് വെക്കണം. നമ്മള് ഇഷ്ടങ്ങൾ വേണ്ടെന്ന് നോക്കാ. ഇഷ്ടപ്പെട്ടതിന് വേണ്ടിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്. ആവശ്യത്തിന് കഴിക്കണം, മനസ്സിലായില്ലേ? ഞാൻ അങ്ങനെ കഴിക്കത്തില്ലല്ലോ. നമ്മൾ ആവശ്യത്തിന് കഴിച്ചാൽ ഒരു കുഴപ്പമുണ്ടല്ലോ, നല്ല തടിയൊക്കെ കറക്റ്റായിട്ട് വരും. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ആഹാരങ്ങൾ, പക്ഷെ നമ്മളങ്ങനെ കഴിക്കാറില്ലല്ലോ. കഴിക്കാറുണ്ടോ? ഇല്ലല്ലോ. എടാ നമ്മളെ മരുന്ന് പോലെ ആഹാരം കഴിച്ചാൽ നന്നായിരിക്കും, ഇല്ലെങ്കിൽ പിന്നെ ആഹാരം പോലെ മരുന്ന് കഴിക്കേണ്ടി വരും. അല്ല ഇത് ഇത് ഇതെന്താ എവിടെ നിന്ന് ഇത് കാര്യം? ഇതെന്റെ ഒരു കൂട്ടുകാരെ ചെയ്തു തന്നെ, ഞാൻ ഫോട്ടോ ഇട്ട് കൊടുത്തപ്പോ. ഇതിനിടെ ആവശ്യമില്ലാത്ത പുല്ലാപ്പിനൊക്കെ പോകണം. ഇതുപോലെ ഓരോരോ ആപ്പുകൾ ഇറങ്ങും. ഇതൊക്കെ ആപ്പാ. അത് ആപ്പാ, വെറും ആപ്പ്. ഇതിലൊരു പൊല്ലാപ്പില്ല മച്ചമ്പി. ആണി അടിക്കുന്ന ആപ്പാണ് അതൊക്കെ. ഇതിൻ്റെയൊക്കെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് നിനക്ക് അറിയാമോ? ഇതൊക്കെ ഇതിന് നമ്മുടെ ഒരു ഫോട്ടോ ഇപ്പൊ കൊടങ്ങാളെ കിടക്കുന്ന സാധാരണക്കാരനായ എന്റെ ഫോട്ടോ ഉണ്ട്, ഈ ആപ്പ് എന്ത് ചെയ്യാനാ? അറിയാനുള്ള പറഞ്ഞു. ഇത് നിനക്ക് ആര് ചെയ്തു തന്നത്? എൻ്റെ ഒരു കൂട്ടുകാരെ. ഒരു കൂട്ടുകാരന് പേരൊന്നുമില്ലേ? സോളമൻ. സൂപ്പർ. അത് നോക്കി അങ്ങ് ഇരിക്കുക. ഞാൻ ഞാനാണ്. കണ്ടാ വിശ്വസിക്കോ? എന്റെ അമ്മേ, ഇതൊന്ന് തെളിച്ചെന്ന്. എന്റെ ഫിംഗർ വെച്ചാ പോരെ. സ്റ്റൈൽ യൂത്ത് ഐക്കൺ റൊണാൾഡ് ബ്രോ. വണ്ടിയുടെ ഡിക്കിയിൽ അല്ല ബോണറ്റ്. ഒരു ഇച്ചിരി വണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, വേറെ ഒരു വ്യത്യാസവും ഇല്ല. അതേ സുന്ദരനാണ് ഞാൻ. ആ അയ്യോ, പിന്നെ ഇച്ചിരി ടാറ്റു ഒക്കെ ഇതിനകത്തുണ്ട്. അത് നമുക്ക് ഓർപ്പിക്കാം. അതില്ല. എടാ അപ്പൊ നീ ശരിക്കും സിനിമ നടനൊക്കെ പോലെ ഇരിക്കണേ. അന്നേ ഞാൻ കണ്ടപ്പോ എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല. റോസ്മേരിക്ക് അയച്ചു കൊടുത്തു. റോസ്മേരി പറയും, ഇനി അങ്ങനെ ചെല്ലുമ്പോ ഈ രൂപത്തിൽ ചെന്നാ മതി എന്ന്. എന്നെ ഈ മുണ്ട് ഈ രൂപം തന്നെയാ, ഇച്ചിരി വണ്ണം കൂടുതലുണ്ടെന്നേ ഉള്ളൂ. ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ചെയ്താ ചെന്നാ മതി എന്ന്. ശരിയാടാ, നല്ല രസം. ഇതിപ്പോ ലില്ലി ചെയ്തതാണോ? ചുമ്മാ. ആ ലില്ലി മൊബൈലിനകത്ത് എന്റെ ഫോട്ടോ മേടിച്ച് ലില്ലിയുടെ ഫോട്ടോ ഒന്ന് കാണണം. ഓയ്യോ, മുൻ ലോക സുന്ദരിയൊക്കെ ഇല്ലേ, അതേപോലെ കണ്ടാ വിശ്വസിക്കത്തില്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. മാമിക്കും ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒന്നും ചെയ്യണമായിരുന്നു. ഇപ്പൊ ഈ രമണി മാത്രമേ ഉള്ളൂ എല്ലായിടത്തും. തങ്കച്ചേട്ടത്തി നമ്മുടെ കാവിലെ പൂരത്തിന് എന്ന് പോയപ്പോ അമ്പലടാണ് ഇങ്ങനെ ഇന്നൊരു ഫോട്ടോ എടുത്തില്ലേ, അതങ്ങോട്ട് അയച്ചു കൊടു. നീല സാരി എടുത്ത് ഇങ്ങനെ ഇന്നൊരു ഫോട്ടോ എടുത്തില്ലേ, അതങ്ങോട്ട് അയച്ചു കൊടു. ആദ്യം ഈ ആപ്പിനകത്തിട്ട് ചെയ്യുവാണെങ്കിൽ മിഴി 2 സിനിമയിലെ കാവ്യമാണ് കറക്റ്റ്. അത് എപ്പോഴും പറയൂ ആൾക്കാർ, മാധവനെ പോലെയാന്ന്. കനകമച്ചമ്മ എന്നെ കുറെ വർത്താനം പറഞ്ഞു. അവന് വർത്താനൊന്നും കേൾക്കണ്ട, പോലീസുകാരായോണ്ട് അങ്ങനെ പറയുള്ളൂ. ചെയ്തേന്ന് ചോദിച്ചു. ഞാൻ ലില്ലിപ്പൻ്റെ പേര് വന്നില്ല, എല്ലാവരും ലില്ലിപ്പണ്ണും കിട്ടുമല്ലോ. നന്നായി, അല്ലെങ്കിൽ അവളെ വറുത്ത് പൊരിച്ചേനെ. ഇപ്പൊ നീ ഇരിക്ക്, ഞാൻ ഭക്ഷണം എടുക്കാം. ജൂനിയർ NTRന്റെ കൂട്ടുണ്ട്. എടാ നീ റൊണാൾഡോ, നീ ഇങ്ങനെയുള്ള ആളാണ്.
ഹലോ എന്താ അല്ലേ മുമ്പ് ദൂരസ്ഥല ഇടയ്ക്ക് വാർത്ത കാണിക്കും ഇങ്ങനെ സംസാരിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിട്ടല്ലേ? അല്ല നിങ്ങളിവിടെ കാണിച്ചെന്ന് ചോദിക്കരുത്. എന്താടി എന്ത് നിങ്ങൾ ഞാൻ കാണിക്കാൻ എന്താ ചോദിച്ചത്? ചേച്ചി ചോദിക്കായിരുന്നു രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന്. അത് വാ തുറന്ന് നമ്മളിങ്ങനെ ആംഗ്യം കാണിച്ച അതിനാ ചോദിച്ചോണ്ടിരിക്കുന്നത്. അത് വാ തുറന്ന് ചോദിച്ചാ പോരെ? നീ എന്താടി ഉണ്ടാക്കിയത്? ഞാനൊന്നും ഉണ്ടാക്കിയില്ല ചേച്ചി. എല്ലാ ദിവസവും വാതർന്ന് ചോദിക്കുമല്ലേ, ഇന്ന് ആംഗ്യത്തിൽ ചോദിക്കാന്ന് വിചാരിച്ചു. ചേച്ചി അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ തിരിച്ച് അങ്ങനെ തന്നെ മറുപടി കൊടുത്തു. അത്രേ എന്താ ഉള്ളൂ. ചോദിച്ചത്? എന്തായി, ഭക്ഷണം കഴിച്ചോ, എന്നിട്ട് അവൻ എന്തേ എന്നൊക്കെ ചോദിച്ചു. ഓ അങ്ങനെ വേറെ രഹസ്യമൊന്നുമില്ലല്ലോ. എന്ത് രഹസ്യം? അല്ല ചോദിച്ചതേ ഉള്ളു. ഒന്നും രണ്ടും പറഞ്ഞ് രഹസ്യങ്ങളൊക്കെ പറഞ്ഞ അവസാനം അത് പുറത്ത് പറഞ്ഞിട്ട് തമ്മിലടിക്കാൻ. ഞങ്ങൾ തമ്മിൽ രഹസ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രഹസ്യമായിട്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കും. അല്ലാതെ അതിന്റെ പേരിൽ ഒന്നും രണ്ടും അടി ഇടാനായിട്ട് അളിയനും അല്ല ഇത്. ഇത് നാത്തൂനും ഞങ്ങൾ തമ്മിൽ അടിയിട്ടാലും അതൊരു ഇച്ചിരി നേരത്തേക്ക് അത്രേ ഉള്ളൂ. ഇച്ചിരി നേരത്തേക്ക് ആണെങ്കിൽ ശരി. എന്നെ വെറുതെ ഇതുപോലെ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു നീ പറഞ്ഞത് നീ പറഞ്ഞു ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞ അങ്ങോട്ട് അടി കൊണ്ടായിരുന്നു. ഉള്ളാരും ഞാൻ പറഞ്ഞേ. ഏട്ടൻ ഇപ്പൊ എന്താ ഏട്ടൻ പോട്ടോ? നീ നിന്റെ പണി നോക്കി പോ. ആ നീ നിന്റെ പണിക്ക് പോ. അവൾ എന്റെ ചങ്ക, ഞാൻ അവളുടെയും ചങ്ക. ഞാൻ അതിപ്പോ ഇതിന്റെ ഇടയിൽ ഞാൻ ഇവിടെ കയറിയിരിക്കും. നീ നിന്റെ സ്ഥലത്ത് കയറിയിരുന്നോ? ഭാഗ്യം. ഓ പൊന്നെ ഞാൻ വിചാരിച്ചു ചേച്ചി പറയുമായിരിക്കും. ഓട്ടോ താടി ചേച്ചി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അയച്ചു തരാം. ഇത് അയക്കാനാണ് അത്ര പാട്? പിന്നെ തൂത്ത് കഴിഞ്ഞിട്ട് അയച്ചു തരാം. ആ ഫോൺ എടുത്തൊരു കുത്തൂത്തിയാ മതിയല്ലോ. ചേച്ചി ഇപ്പോഴല്ലേ വന്ന് ചോദിച്ചത്? ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്നു. വേഗം അയക്കി. അടിപൊളിയാ, സൂപ്പറാ. ആണോ? യോ ഒന്ന് പോസ്റ്റ് ചെയ്യും ഞാൻ. മുത്തിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഇടിപ്പിക്കാം. തൂത്തിട്ട് അയച്ചു തരാം. വേഗം ആവട്ടെ. ആ എന്താ ഇത് കണ്ടുപിടിച്ചവനെ സമ്മതിക്കണം കേട്ടോ. ശരിക്കും സമ്മതിക്കണം. കടുവടുത്ത മാമി ഇത് കണ്ട 500 ലൈക്കായി. 500 നോക്ക്. അയ്യോ ഞാൻ നേരത്തെ നോക്കിയപ്പോ 300 എത്രയും കണ്ടു. ഇതുവരെ ഒരു പോസ്റ്റിന് എനിക്ക് തോന്നുന്നു 200 കൂടുതൽ കിട്ടിയിട്ടില്ല. വീട്ടിൽ ആർക്കും കിട്ടിയിട്ടില്ല. ഞാൻ കമന്റ് കുറെ വായിച്ചു. ഒരാൾ ചോദിച്ചേക്കാന്നേ ലോകസുന്ദരി മത്സരത്തിന് പൊക്കൂടായെന്ന്. നല്ല ഭംഗി. എന്റെ ഫോട്ടോ കണ്ടിട്ടാ? എന്റെ ഫോട്ടോ കണ്ടിട്ട് ചോദിച്ചിട്ട് എന്താ അറിയോ, ജൂനിയർ NTR ആണോ? ജൂനിയർ NTR. ചേച്ചി ചേച്ചി എന്റെ ഫോട്ടോക്ക് 500 കമന്റ്, 500 ലൈക്ക്, 500 ലൈക്ക്. കമന്റ് എത്ര ഉണ്ടടി? കമന്റ് 154. എന്നാലും അത് നല്ല കൂടുതലാ. ഒരു മിനിറ്റ്. ഇതെന്തേ കാണണേ? ഫോട്ടോ അടിപൊളി അല്ലേ? കൊള്ളാലോ. ഇതാണോ നല്ലത്? മനുഷ്യന്റെ വെട്ടത്ത് കാണിക്കാൻ കൊള്ളാവോ ഈ ഫോട്ടോ? എന്താ നല്ല ഫോട്ടോ ആണല്ലോ. തുണി എവിടെ ഇതിനകത്ത്? തുണിയുണ്ടല്ലോ. ബ്ലൗസിന്റെ കൈ എവിടെയെന്ന്? അതിനെന്താ സ്ലീവ്ലെസ്? സ്ലീവ്ലെസ് നല്ലല്ലേ? ഞാൻ എന്റെ ജീവിതത്തിൽ സ്ലീവ്ലെസ് ഇട്ടിട്ടുണ്ടോ റൊണാൾഡോ? ഞാൻ കണ്ടിട്ട് അല്ലേ? ഞാൻ ഇത് മനുഷ്യന്റെ വെട്ടത്ത് എങ്ങനെ തങ്ക ഇങ്ങനെ നടക്കുന്ന ഒരാളാണോ? ചേച്ചി ഞാൻ സ്ലീവ്ലെസ് ആക്കിയതല്ല. ഞാൻ ഈ ഫോട്ടോ ആപ്പിലോട്ട് കയറ്റിയപ്പോഴത്തേക്ക് തിരിച്ച് ഇങ്ങനെയാണ് വന്നത്. അല്ലാതെ ഞാൻ പറഞ്ഞില്ല തങ്കം സ്ലീവ്ലെസ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ നീ അത് മാറ്റി തരണം. അല്ലാതെ ഇതാണ് എനിക്ക് അയച്ചു തരേണ്ടത്. ഇത് ഞാൻ എങ്ങനെ ഫേസ്ബുക്കിൽ ഇടും? ഇടാൻ ഞാൻ പറഞ്ഞ അപ്പൊ പിന്നെ എന്ത് കാര്യത്തിന് ഞാൻ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാൻ വേണ്ടിട്ടാണ്? നീ എന്തിനാ നിന്റെ ഫേസ്ബുക്കിൽ ഇട്ടത്? ഇപ്പൊ നീ പറഞ്ഞാൽ 500 ലൈക്കായിന്ന്. ചേച്ചിക്ക് വേണമെങ്കിൽ ഞാൻ മാറ്റി തരാം. നീ ചേച്ചി ഇത്ര കിടന്ന് തുള്ളേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ല, വേറൊരു കാര്യം ചോദിക്കട്ടെ. ചോദിക്ക്. എന്റെ ഈ തോളത്തുള്ള മറുക ഈ ആപ്പ് എങ്ങനെ അറിഞ്ഞു? അതെനിക്ക് ലോകത്ത് ഒരാൾക്കും അറിയാൻ പാടില്ല. ഇവിടെയുള്ള ഈ വീട്ടുകാർക്കല്ലാതെ ഈ ഒരു തോളത്തുള്ള മറുക ആർക്കും അറിയില്ല. ഈ മറുക ഇതിനകത്ത് എങ്ങനെ വന്ന്? അത് തന്നെത്താനെ ആപ്പ് ചെയ്തതാണോ? അല്ല, എന്നെ മനഃപൂർവ്വം നാണം കെടുത്താൻ വേണ്ടിയിട്ട് നാളെ ആൾക്കാർ പറയണം, അയ്യോ തങ്കം ദേ അങ്ങനെ നടക്കുവോ കേട്ടോ, തുണിയൊന്നും ഇല്ല എന്ന് പറയണം. എന്റെ ചേച്ചി വെറുതെ വിവരക്കേട് പറയരുത് കേട്ടോ. ഞാൻ ആപ്പിനോട് പറഞ്ഞിട്ടൊന്നുമില്ല തങ്കത്തിന്റെ തോളത്തൊരു മറുകൊണ്ട് അതും കൂടെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറയാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു? ആപ്പിന് അറിയായിരിക്കും. പിന്നെ ആപ്പിന് എങ്ങനെ അറിയാം എന്റെ മറുക? ആപ്പിന് എങ്ങനെ അറിയാം? ആപ്പിനോട് പോയി ചോദിക്കണം, അല്ലാതെ എന്റെ അടുത്ത് ഒന്ന് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നീയാ ചെയ്തോ, നിന്നോട് ചോദിക്കണം. ഇത് വേറെ ഒന്നും അല്ല റൊണാൾഡേ. എന്റെ ഫോട്ടോ ഈ പറയുന്ന ആപ്പിലോട്ട് ഇട്ട് തിരിച്ചു വന്നപ്പോ
അവളുടെ ഫോട്ടോനെക്കാളും കുറച്ച് മെന കൂടിപ്പോയി. അപ്പൊ അവൾക്കത് സഹിക്കണില്ല. അവൾക്ക് എന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ അവളെക്കാളും കൂടുതൽ ലൈക്കും കിട്ടും, കമന്റും എനിക്ക് കിട്ടും. അതിന് വേണ്ടി മനഃപൂർവ്വം ഇതാകുമ്പോ ഞാൻ ഇടൂലല്ലോ എവിടെ. ഇതിന് പറയണെന്നറിയോ? പക്ക വിവരക്കേട്. ഒരു വിവരക്കേടും ഇല്ല. അത് തന്നെ. ഞാൻ ഈ ചേച്ചിയില്ലേ, ദിവസം ചെല്ലുന്തോറും ചേച്ചി വിവരക്കേടായിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ അല്ലാതെ പൊന്നേ നീ ചേച്ചി, ചെയ്തതല്ല. ചേച്ചി ഇതില് ഒരാൾക്ക് സൗന്ദര്യം കൂട്ടാനോ കുറക്കാനോ ഒന്നും പറ്റത്തില്ല. ഇത് ഒരു ആപ്പിലോട്ട് കയറ്റുമ്പോഴത്തേക്ക് അവർ ഇങ്ങോട്ട് തിരിച്ചു തരുന്ന സാധനമാണ്. ഓ, ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചേ പറ്റുള്ളൂ. വിശ്വസിക്കല്ല ഞാൻ. നമ്മുടെ ദേഹത്തുള്ളതൊക്കെ അതിനകത്ത് വരും, അത് അതേപോലെ വിടും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഒടിഞ്ഞ പല്ലെന്തേ അതിനകത്ത് വരാതിരുന്നേ? ഒടിഞ്ഞ പല്ല് എന്താ? ഒടിഞ്ഞ പല്ല് എന്തേ വരാതിരുന്നേ? ചേച്ചി ഒന്ന് പിന്നെ ഫോൺ എടുത്തിട്ട് റൊണാൾഡിന്റെ ഒടിഞ്ഞ പല്ല് എന്തേ വരാഞ്ഞത്, എന്റെ തോളത്തുള്ള മറുക വന്നല്ലോ എന്ന് ചോദിക്കും. ഇവന്റെ മേല് നിറച്ചോ അതിനകത്ത് ടാറ്റു ആണ്. ഇവന്റെ മേത്ത് ടാറ്റു ഉണ്ടോ? ഉണ്ടോ? അപ്പൊ അത് നീ ഉണ്ടാക്കിയതല്ലേ? അപ്പൊ ഇതും ചേച്ചി ഒരു പരാതി കൊടുക്കും. പരാതി കൊടുക്കല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം കേട്ടോ. ശരി ശരി. കേട്ടോ, തെറ്റ് ചെയ്തിട്ട് അവള് ഒരു ലെവലേശം അവൾക്ക് എന്തെങ്കിലും ഒരു വിഷമമുണ്ടോ? ചേച്ചിനോട് അങ്ങനെ ഈ ചെയ്ത് കൊടുത്ത എന്നെ പറഞ്ഞാൽ മതി. ഞാൻ ആഹാ ഓ, നിന്റെ അമ്മയില്ലേ ഭയങ്കര വിവരക്കേടായിക്കൊണ്ടിരിക്കാൻ മുത്തേ, പറയാതിരിക്കാൻ പറ്റത്തില്ല. നിനക്ക് ഇച്ചിരി ബോധമുള്ളതല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ അറിയാമല്ലോട്ടെങ്കിൽ ലില്ലിപ്പണ്ണി ഈ ആപ്പ് ഇവിടുന്ന് കിട്ടി. ആപ്പ് എന്താ പൊക്കോടുന്നു പോ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്തുകൂടി ഇവിടെ വഴക്ക്? അടുത്തത് വഴക്ക് എന്താണെന്നേ പോയി ചോദിക്കും. ഒരാൾ അങ്ങോട്ട് പോയിട്ടുണ്ട് കലിതുള്ളി. എന്തുവാടാ? സ്ലീവ്ലെസ് ബ്ലൗസ് മറുക്, അത് തന്നെ. സ്ലീവ്ലെസ് ബ്ലൗസ് മറുകു? ആ, എനിക്ക് മാത്രം എല്ലാം ഇങ്ങനെ വരുള്ളൂ. ഞാനാണെങ്കിൽ ആഗ്രഹിച്ചു. ഇപ്പൊ എല്ലായിടത്തും രമണി തന്നെ രമണി. അപ്പൊ എനിക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? ഒരു കാര്യം ചെയ്യും, വിഷമാറാ നമ്മുടെ ബാവുണ്ട് സ്റ്റുഡിയോ ഇപ്പം നല്ല കിടക്കാച്ചി നീ പോട്ടെ. ഒന്ന് പോയി കിടക്കാൻ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് കൂടുതൽ വക്കാലത്തൊന്നും ആരുടെയും വേണ്ട. എന്താ കോഴി പ്രസവിച്ച് പോ. അയ്യോ എപ്പോ ഞാൻ പറഞ്ഞ നിങ്ങൾ വിളിച്ച് പറയണ്ടടാ. 11:10 സോറി മാമ, പെട്ടെന്നായിരുന്നു. ആണോ പെണ്ണോ? പെണ്ണ്. ആ എല്ലാവരും ഒന്ന് പോകുമോ? തലവേദന എടുത്തിരിക്കുകയാണ് മനുഷ്യൻ. ആഹാ, അവിടെ ഒരാൾ തലവേദന എടുത്തിരിക്കുന്നത് ഒന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ആ, ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് എന്തൊക്കെയായിരുന്നു. ഞങ്ങള് ചങ്കും ചങ്കുമാണ്, ഞങ്ങള് പാലും തേനുമാണ്. ഇപ്പൊ രണ്ട് ധ്രുവത്തിൽ. എന്താ കാര്യം? എന്താ രണ്ട് ധ്രുവത്തിലായ കാര്യം? എന്താ? അതെ, ചക്കരയടയാണെന്നും തേനും പാലും ആണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. എന്താ കാര്യം എന്നുള്ളത് നിന്റെ ഭാര്യനോട് പോയി ചോദിച്ചിട്ട് പറയുന്നില്ലല്ലോ. ഇപ്പൊ ഒരു സാധനം ഉണ്ടല്ലോ, രമണി. രമണിയല്ല, ജെമിനി ആപ്പ് കിണിക്കാനറിയാം. അതിനകത്ത് എന്റെ ഒരു ഫോട്ടോ വന്നു. എങ്ങനെയാന്ന് അപ്ലോഡ് ചെയ്ത് അവള് ചെയ്തത് എല്ലാവർക്കും ചെയ്തു കൊടുത്തു. എനിക്ക് മാത്രമല്ല, മുത്തിനും റൊണാൾഡിനും എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാവർക്കും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എന്റെ ഫോട്ടോ മാത്രം വള്ളി പോലത്തെ ഒരു ബ്ലൗസ്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ കാണുന്നു. എന്നിട്ട് ഇവിടെ എനിക്കൊരു മറുകുണ്ടല്ലോ, ആ മറുക് വരെ, അത് ആർക്കും അറിയാൻ പാടില്ലാത്ത അതുവരെ അവള് ചെയ്തു തന്നേക്കുന്നു. എന്റെ മാത്രം അങ്ങനെ എങ്ങനെയായി? ലില്ലി, നിന്റെ ഭാര്യ. അല്ല മാമ, മനഃപൂർവ്വം അല്ല. ചോദിക്കട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല. അതെന്തൊരു പണിയാ കാണിച്ചത്. എന്ത്? അത് ലില്ലിപ്പണ്ണ ചെയ്ത കനമച്ചം എടുത്ത് പറയണ്ട വല്ല കാര്യം. ഞാൻ മനഃപൂർവ്വം പറഞ്ഞത്. അവരുടെ അഹങ്കാരം ചാടവും പോരും ഒന്ന് കുറയട്ടെ. അങ്ങനെ ഇപ്പൊ അവിടെ പോയി അയ്യപ്പം നമ്മൾ നടത്തും. നടത്തട്ടെ. ഇതിപ്പോ ഈ ഫോട്ടോ നല്ലതായിട്ട് വന്നായിരുന്നു ഇപ്പൊ ലില്ലിപ്പണ്ണോട് സദ്യ ഒരുക്കാൻ. പറയണം. ഇങ്ങനെ ഉണ്ടോ കുണ്ടക്കറു? ഫോട്ടോക്കകത്ത ജീവിതം ഇരിക്കുന്നത്. കട്ടൻ എവിടെ മുത്തേ? ഇടുവാ. എത്ര നേരമായി? തങ്കം, തങ്കം, എന്താ ഇറങ്ങുന്ന തങ്കം, വിളിക്കുന്നേ. ഇറങ്ങി വാ. ആ ഇറങ്ങുന്നേ. എന്തുവാ? വാ. ഇവിടെ വേറെ ആരുമില്ലേ? ഞാൻ വരാൻ പറഞ്ഞല്ലേ? എല്ലാരും ഒരു കാര്യം പറയട്ടെ. വഴക്കാവട്ടെ. എല്ലാരും എന്നെ വഴക്ക് പറയാൻ വേണ്ടി വിളിക്കണ്ട. ഞാൻ പറഞ്ഞത് കാര്യമാ. വഴക്കൊന്നുമില്ല, കാര്യം പറയാനാണ് ഞാൻ വന്നത്.
ഇവിടെ ആരൊക്കെ ആപ്പിലൂടെ ഫോട്ടോ മാറ്റി? എല്ലാരും. നീ മാറ്റിയ? മക്കൾ മാറ്റിയ? മാമിക്ക് കാണിച്ചു കൊടുത്തപ്പോ മാറി. നീ ഇവിടെ അമ്മായി മാറ്റിയ? ആ മുത്ത് മാറ്റി ഇനി നിങ്ങൾ മാറ്റിയ? മാറ്റി. അവരെ മാറ്റിയ? അതിനിപ്പോ എന്താ എല്ലാരും ചെയ്യുന്നില്ലേ കൊച്ചമ്മ? എല്ലാരും ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ ഓരോ ആപ്പിൾ ഇറങ്ങുമ്പോൾ എന്തൊക്കെ കെണിയുണ്ടെന്ന് അറിയാം നമുക്ക്. നിങ്ങൾക്ക് ഇല്ലാത്ത വസ്ത്രം തന്നത്, ഇല്ലാത്ത സൗന്ദര്യം തന്ന്, തടി കുറച്ച്, തടി കൂട്ടി. നല്ലതല്ലേ? ഇതുപോലെ തന്നെ അതെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. ഈ ആപ്പുകളുടെ കുഴപ്പമാണ്. എത്ര പെൺകുട്ടികൾ ആത്മഹത്യ എന്നറിയാമോ? പിന്നെ അല്ലാതെ നാണം കണ്ടിട്ട് ഈ തുണി വരുന്നവർ തുണി ഇല്ലാതാക്കുകയും ചെയ്യും. അതാണ് ചേച്ചിയുടെ ബ്ലൗസ് ഇല്ല കഴുകി പോയത്, എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞത്. ഇതൊക്കെ ഓരോ സിസ്റ്റത്തിലേക്ക് കയറുകയാണ്. പിന്നെ എന്തെങ്കിലും കാലത്തേക്കായിരിക്കും ഈ ഫോട്ടോ ഒക്കെ വരുന്നത്, നമ്മൾ പോലും അറിയാത്ത കാലത്ത്. കണ്ടിട്ടില്ലേ, രണ്ടുപേരും മാറി നിന്നാ മതി, ചേർന്ന് നിൽക്കുന്ന ഫോട്ടോ ആണ് വരുന്നത്. അവർ പോലും അറിയില്ല, ഒരു പരിചയമില്ലാത്തവർ തമ്മിൽ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ വരുന്നത്. എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഓരോന്ന്. ഇത് എനിക്ക് വേണ്ട, ഇനി ആർക്കും വേണ്ട. എനിക്കും വേണ്ട, എനിക്കും വേണ്ട, പിള്ളേർക്ക്. പോലീസ് തന്നെ ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ചോദിച്ചിട്ടാണ് ചെയ്തു കൊടുത്തത് ജെമിനി. എടി എന്തിനാടി മുത്ത ഇങ്ങനെ കാല് മാറുന്നത്? നീയല്ലേ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ടെന്ന് പറഞ്ഞത്? മാമിയാണ് എന്റെ അടുത്ത് പറഞ്ഞ ഫേസ്ബുക്കിൽ കണ്ടില്ല എങ്ങനെ മുത്തേ ചെയ്യണമെന്ന്. ഈ ഫേസ്ബുക്കിൽ കാണുമ്പോൾ ഒരുപാട് ലൈക്കും ഷെയറൊക്കെ ചെയ്യും. ആദ്യം സന്തോഷിക്കുക, എല്ലാവരും കൂടെ കാണും. ഒരു ആപത്ത് വരുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അതുകൊണ്ടാണ് മലയാളത്തിൽ പറയണത്. ഇനി മേലില് ഏയ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട. ഞങ്ങൾക്ക് ആർക്കും വേണ്ട. ആർക്കും വേണ്ട. ചേച്ചി വേണ്ട കേട്ടോ ചേച്ചി. ഡിലീറ്റ് ചെയ്തേക്ക്. പോസ്റ്റ് ചെയ്തില്ലല്ലോ. അതെങ്ങനെ ഞാൻ പോസ്റ്റ് ചെയ്യാന്? മാമി പോസ്റ്റ് ചെയ്ത് 500 ലൈക്കുമായി. അതങ്ങ് ഡിലീറ്റ്. ഇത് പോലീസ് സ്റ്റേഷൻ ഇവിടെ നടത്തുന്ന ഗതികേടാണ് എനിക്ക്. ഓരോ പരാതികളും ഉടായ്പകളായിട്ട് ഇവിടെ. ഏട്ടാ ഒരു മിനിറ്റ് ഏട്ടാ, ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ ഏട്ടാ. എനിക്ക് അറിഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. അങ്ങനെ പോയാലങ്ങനെ. മച്ചമ്പി എന്താ ഈ തുണി ഇടുന്ന പോലെ തന്നെ തുണി ഇല്ലാത്തുള്ള ഫോട്ടോയും പെണ്ണുങ്ങൾക്കല്ലേ പ്രശ്നം വരത്തുള്ളൂ. എനിക്ക് കുഴപ്പമുണ്ടായിരിക്കത്തില്ലല്ലോ. നിന്റെ ഒരു ശരീരശാസ്ത്രം വെച്ചിട്ട് നിനക്കും കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. അയ്യേ